ഇതാണ് രാമൻ. ഈ ഉത്തരവാദിത്തങ്ങൾ, ഈ പഞ്ചമഹായജ്ഞങ്ങൾ, ഈ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന, സ്വജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന, പറഞ്ഞു തരിക മാത്രമല്ല ചെയ്ത്, അവിടെയാണ് ഗുരുവായി മാറുന്നത് രാമൻ. ഇത് പറഞ്ഞു തരികയെല്ലാം അതായത് എത്ര ആക്ഷേപങ്ങൾ കേട്ടു. അവസാനം സീതേനെ ഉപേക്ഷിച്ചപ്പോൾ അടക്കം, ആ സീതേനെ ഉപേക്ഷിച്ച ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ ആൾക്കാർ രാവണനെ ബഹുമാനിക്കുന്നത്. എന്തിന് സീതേനെ ഉപേക്ഷിച്ചു? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വജീവിതത്തിൽ പകർത്തി ആ വേദനകളും അവഗണനകളും എല്ലാം തൻ്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ച്, ഇതാണ് എനിക്ക് സുഖിച്ച് ജീവിക്കായിരുന്നു, ഞാൻ ഭഗവാന്റെ അവതാരമാണ്, എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, അവിടെ ജീവിക്കായിരുന്നു. അല്ല, ഇതാണ് ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥകളെന്ന് നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് കാണിച്ചു തന്ന ആ വ്യക്തിയെയാണ് നമ്മൾ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാരദ മഹർഷി പറഞ്ഞത്, വാൽമീകി മഹർഷി ഈ ലോകത്തെ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ്, അത് അങ്ങ് എഴുതൂ എന്ന് പറഞ്ഞത്.